മസ്തിഷ്ക മരണത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴാലോചിച്ച് ഒരു ഫുൾ ഡിസ്റ്റോപ്പിയൻ ആയിട്ടുള്ള സൈഫൈ സിനിമ വരെ നമ്മൾ എങ്ങനെ എത്തി? ഏതായിരുന്നു ആ ചവിട്ടുപടികൾ? വെൽക്കം ടു സെല്ലുലോയിഡ് റാങ്കിങ്സ്. മൈ നെയിം ഈസ് ആനന്ദ്. ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഏർലിയസ്റ്റ് റെക്കോർഡ് ഓഫ് സൈഫൈ ഫിലിം 1967 കറുത്ത രാത്രികളാണ്. മെറിലാൻഡ് സ്റ്റുഡിയോസിന്റെ പി സുബ്രഹ്മണ്യൻ ഡയറക്ട് ചെയ്ത ഈ സിനിമ ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് നോവലിന്റെ ഒരു അഡാപ്റ്റേഷൻ കൂടിയായിരുന്നു. നൗ ഫാസ്റ്റ് ഫോർവേഡ് 2007 അതിശയൻ റിലീസ് ചെയ്യുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റും ടെക്നോളജി നമുക്കുണ്ടായിരുന്നുവെങ്കിലും വളരെ കൺവിൻസിംഗ് ആയ ഇമോഷണലി ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു കഥ പറയാൻ വിനയനെ കൊണ്ട് സാധിച്ചു. 2 മാസം കൂടി കഴിഞ്ഞപ്പോൾ സൈഫൈ കാറ്റഗറിയിലേക്ക് ഒരു സിനിമ കൂടി വന്നു, ഭരതൻ എഫക്ട്. സ്വന്തമായി ഫ്യൂവൽ വേണ്ടാത്ത ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു സയന്റിസ്റ്റ് ആയ ഭരതന്റെ കഥയാണിത്. അനിൽ ദാസ് ഡയറക്ട് ചെയ്ത സിനിമ അന്ന് വലിയൊരു ഓളം ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീട് സിനിമാ ഗ്രൂപ്പുകളിൽ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. നൗ ഫാസ്റ്റ് ഫോർവേഡ് 6 years 2013. A small film called Red Rain releases. ഡയറക്ടർ ഡെബ്യൂട്ടന്റ് ആയിരുന്നു. പേര് രാഹുൽ സദാശിവൻ. എവിടെയാണോ ഏലിയൻസിനെയും എക്സ്ട്രാ ടെറസ്ട്രിയൽസിനെയും പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഈ സിനിമ അന്ന് വലിയ വിജയമായിരുന്നില്ലെങ്കിലും ഭൂതകാലത്തിന്റെയും ബ്രഹ്മയുഗത്തിന്റെയും റിലീസിന് ശേഷം കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 6 വർഷം ഫോർവേഡ് 2019. സോണി സിനിമാസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ സിനിമ വരുന്നു, നയൻ. ഒരു ആസ്ട്രോണോമിക്കൽ ഇവന്റ് കാരണം ഉണ്ടാവുന്ന ഒരു സെറ്റ് ഓഫ് സംഭവങ്ങളാണ് ഈ സിനിമ. ഐ റിയലി ലവ് ദിസ് സിനിമ when I saw it in theaters. അടുത്ത സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് അടുത്ത സിനിമയ്ക്ക് കാരണമായ 2 സിനിമയെ പറ്റി പറയണം. സാജൻ ബേക്കറി 2021, സായാഹ്ന വാർത്തകൾ 2022. 2 സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ല. സേഫ് സോണിൽ പിടിച്ചിട്ട് സക്സസ് ഉണ്ടായില്ല. എന്നാൽ പിന്നെ തന്റെ ഇഷ്ടപ്പെട്ട സോണായ സൈഫൈ പിടിച്ചാൽ ഹിറ്റ് ആയാലോ എന്നൊരു ചിന്തയാകാം അരുൺ ചന്തുവിനെ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതാണ് ഗഗനാചാരി. ബട്ട് സിനിമ ഡിലേ ആകുന്നു. കേരള പോപ്കോണിന് ഇതിന്റെ സ്ക്രീനിങ് വെക്കുന്നു. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട കൃഷാന്ത് പ്രൊഡ്യൂസറായി ഓൺ ബോർഡ് വരുന്നു. പിന്നീട് പബ്ലിക്കിന് വേണ്ടി പ്രൊഡ്യൂസേഴ്സ് ഒരു സ്ക്രീനിങ് വെക്കുന്നു. ആൻഡ് ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ്. പബ്ലിക് വൈഡ്ലി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഗഗനാചാരി റിലീസ് ആവുന്നു. ഐ മീൻ ദിസ് ഇൻ എ വെരി ഗുഡ് വേ വെൻ ഐ സേ കൃഷാന്ത്സ് ഫിലിംസ് ആർ weird as fuck and it's beautiful. There is a certain quirkiness and a hint of unhingedness to it. And ഇതൊക്കെ 100-110 ഒരു ട്രെയിലർ ആയിരുന്നു മസ്തിഷ്ക മരണത്തിന്റെ. അതേപോലെ വരാനിരിക്കുന്ന പ്ലൂട്ടോ, മൾട്ടിവേഴ്സ് മന്മഥൻ, വല, ഇതൊക്കെ എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുവരെ വന്ന സൈഫൈ സിനിമകൾ അതിന്റെ സക്സസേഴ്സിന് ധൈര്യം കൊടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന സൈഫൈ സിനിമകൾക്കും ഇതുൾപ്പെടെയുള്ള സിനിമകൾ കൊടുക്കുന്ന ധൈര്യം അത് വേറെ തന്നെയാണ്.